ഷുഗർ ഒട്ടും കുറയുന്നില്ല എന്നുള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളവർക്കുമൊക്കെ തേജ് പത്തയുടെ കൂടെ ഇതും കൂടെ ചേർത്ത് ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുക. അതിശയിപ്പിക്കും വിധം ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ അസുഖങ്ങളെല്ലാം നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. 2 തരം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു നാച്ചുറൽ റെമഡി അല്ലെങ്കിൽ ഹോം റെമഡിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇത് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ചീത്ത കൊളസ്ട്രോൾ എല്ലാം പുറത്തു പോവുകയും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുമൊക്കെ സഹായിക്കും. ഈ ഒരു റെമഡി തയ്യാറാക്കാനായി ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ശരിയായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡി തയ്യാറാക്കാനായി നമുക്കാവശ്യം ബേ ലീഫാണ്. ഇതാണ് ബേ ലീഫ് അല്ലെങ്കിൽ തേജ് പത്ത എന്ന് പറയുന്ന ഇല. ഇതിനെ വഴന ഇല എന്നും കൂടെ പറയും. പ്രത്യേക സുഗന്ധമുള്ളതാണ് ഈ ഇലകൾ. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവയ്ക്ക് രുചിയും മണവും ലഭിക്കാൻ നമ്മൾ വഴന ഇല ചേർക്കാറുണ്ട് അല്ലേ? രുചി കൂടാതെ ഈ ഇലകൾക്ക് അതിശക്തമായ ഔഷധ ഗുണങ്ങളുമുണ്ട്. ആയുർവേദത്തിൽ ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതകൾ കാരണം കഫവാതദോഷങ്ങൾ സന്തുലിതമാക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ദഹനത്തെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ഈ ഇലയുടെ ഔഷധ ഗുണങ്ങൾ കാരണം പരമ്പരാഗത മരുന്നുകളിലും ഇവ ഉപയോഗിച്ചു വരുന്നു. ശ്വസന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴന ഇലയിട്ട ചായയോ അല്ലെങ്കിൽ കഷായമോ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇവയുടെ ശക്തിയേറിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദന, കൈകളിലും കാൽമുട്ടിലുമൊക്കെ ഉണ്ടാകുന്ന വേദന, മറ്റ് ഇൻഫ്ലമേഷൻസൊക്കെ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. കൂടാതെ ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കാനും വളരെ നല്ലതാണ് വഴനയില അല്ലെങ്കിൽ ബേ ലീഫ്. കൂടാതെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് ബേ ലീഫ്. കഫിക് ആസിഡ്, റൂട്ടിൻ തുടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളുള്ളതുകൊണ്ട് വഴന ഇലകൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും ഹൃദയപേശികളുടെ പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഈ ഇലകൾ കാപ്പിലറി വാൾസ് ശക്തിപ്പെടുത്തുകയും LDL എന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും അതോടൊപ്പം നല്ല കൊളസ്ട്രോളായ HDLൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഹൃദയാഘാതം, പക്ഷാഘാതം, മറ്റ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ഈ സുഗന്ധവ്യഞ്ജനം വളരെയധികം പ്രയോജനകരമാണ്. കൂടാതെ പ്രമേഹമുള്ളവർക്കും വളരെ നല്ലതാണ് ബേ ലീഫ്. പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ കുറയ്ക്കാൻ 30 ദിവസം 1 മുതൽ 3 ഗ്രാം വരെ വഴന ഇലകൾ ദിവസേന കഴിക്കുന്നത് ഫലപ്രദമാണെന്ന് നിരവധി സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇതിലെ പവർഫുള്ളായ പോളിഫീനോളുകൾ ഇൻസുലിൻ പ്രവർത്തനം ഫലപ്രദമായി മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാനും അതോടൊപ്പം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും തടയാനും സഹായിക്കുന്നു. കൂടാതെ ഇത് പ്രമേഹമുള്ളവരിലെ വീക്കം കുറയ്ക്കാനും വളരെ നല്ലതാണ്. പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങളൊക്കെ കുറയ്ക്കാനും ആർത്രൈറ്റിസ്, സന്ധിവാതം എന്നിവ കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ് ബേ ലീഫ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെമഡി തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 അല്ലെങ്കിൽ 2 ബേ ലീഫ് ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ. ഷുഗർ കുറയ്ക്കാൻ മാത്രമല്ല കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് ഉലുവ. ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ തീർച്ചയായും ഉലുവ കുതിർത്തോ അല്ലെങ്കിൽ മുളപ്പിച്ചോ കഴിക്കാൻ ശ്രമിക്കണം. ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദനം നിലനിർത്താൻ ഉലുവയ്ക്ക് കഴിയും. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് മൂലവും ഹാർട്ട് ഡിസീസ് വരുന്നത് ഒരു പരിധിവരെ തടയാൻ ഇത് സഹായിക്കും. കൂടാതെ BP ഉള്ളവർക്ക് BP കുറയ്ക്കാനും ബ്ലഡ് വെസൽസ് റിലാക്സ് ചെയ്യുന്നതിനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് ഉലുവ. ഇനി നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിലും ഉലുവ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിലെ ഫൈബർ കുറേ നേരത്തേക്ക് വിശപ്പില്ലാതിരിക്കാൻ സഹായിക്കുന്നത് മൂലം ഓവർ ഈറ്റിംഗ് കുറച്ച് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉലുവ ഉൾപ്പെടുത്തുക. ഉലുവയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മസിൽസിനുണ്ടാകുന്ന വേദനയും മറ്റ് പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ലൈംഗിക പ്രശ്നമുള്ള പുരുഷന്മാരിൽ ഇത് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും നല്ല സെക്സ് മൂഡ് കൊണ്ടുവരുന്നതിനുമൊക്കെ സഹായിക്കും. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആവുന്നത് വരെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളത്തിന് നല്ല കളർ ചേഞ്ച് വരും. 1/2 ഗ്ലാസ് വെള്ളമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. 1 ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് കുടിക്കുക.
അല്പം ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കുടിച്ചാൽ മതി. ഈ ഒരു വെള്ളം രാവിലെയാണ് കുടിക്കേണ്ടത്. ഇത് കുടിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാവൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും BP കുറയ്ക്കാനുമെല്ലാം ഇതുപോലെ തേച്ചുപത്തയും ഉലുവയും ചേർത്ത് നല്ലൊരു നാച്ചുറൽ റെമഡി തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റ് കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു വെള്ളം തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്